അതെ, ദൂരത്തിന് കൂടുതലാവുന്നു നോക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്താം. ഞാനിപ്പോൾ ആലോചിക്കുന്ന അതല്ലേ, ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഈ ചെക്കനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ആ പെണ്ണിനും കൂടെ ഞാൻ ചെലവിന് കൊടുക്കേണ്ടി വരില്ലേ? അതെ, ആളിയൻ്റെ പെങ്ങളായോണ്ട് പറയല്ല, ഈ ചെക്കൻ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് ഞാൻ ഈ പിശാശിനോട് പലതവണ പറഞ്ഞാണ്. കേക്കണ്ടേ അവള്? അവള് പറഞ്ഞത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യജാതം നന്നാവുന്നല്ലേ. അതെങ്ങനെയാ നന്നാവണത്? നിന്റെ സ്വഭാവമാണ് അവനെ കിട്ടിയിരിക്കണെന്നാ പറഞ്ഞു. ഇത് അങ്ങനെയല്ലായിരുന്നു, കല്യാണത്തിന്റെ മുമ്പ് തെക്കും മടക്കും നടക്കല്ലായിരുന്നു. അതിനിപ്പോ അവളെ പോലെ ഒരു പെണ്ണാവണ്ടേ? അതിൽ നീ പേടിക്കണ്ട, നിന്റെ ഭാര്യ പോലെ തന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, ജോലിയുണ്ട്. അവൻ നേരവും. അവൻ നേരവും. അവൻ മെയ്തീനാന്ന് പറഞ്ഞു നടക്കുക. മെയ്തീനോ? ഓ, എന്തോ ഒരു മെയ്തീനില്ല സിനിമ. ആള് ഇവിടെ ഉണ്ടോ? എവിടെ കാണും? എവിടെ? ശ്യാമള ചായ ആയില്ലേ? ചായ എടുക്കേട്ടാ. നീ ചായ അങ്ങനെ കൊണ്ടുപോവാ. എനിക്ക് 2 കൈയുള്ളൂ, ചായ എടുക്കട്ടെ. എല്ലാവർക്കും 2 കൈയുള്ളൂ. അല്ല, എനിക്ക് വൈകിട്ടിട്ട് നേരത്തെ അങ്ങോട്ട് എത്തണം, അതാ. നീ എന്താ ചായ പുഴക്കി കൊണ്ടുവരാ? അതെ. ആണോ? അളിയാ, ഞാൻ പറയാനുള്ളത് ഒന്നങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്തായി, ശരിയായോ? കുട്ടീനെ ഞാൻ കണ്ടു, നല്ല കുട്ടിയാ, വെളുത്ത് മെലിഞ്ഞ് സുന്ദരി കോത. അയ്യോ, അപ്പൊ എന്റെ മോൻ എന്തായാലും ചേരും. അളിയാ, അത്ര വലിയ സൗന്ദര്യം വേണ്ട, ഏകദേശം ഈ പരുവത്തിലൊക്കെ ഒരെണ്ണം മതി. സൂക്ഷിച്ചു നോക്കിയാ ഇടത് കണ്ണില്ലേ, അതിനൊരു ചെറിയ കോങ്കണ്ണുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. ആർക്കും കുഴപ്പമില്ല, എന്റെ മോന് കോങ്കണ്ണീനൊന്നും വേണ്ട. സൂക്ഷിച്ചു നോക്കിയാലല്ലേ കുഴപ്പമുള്ളൂ പറഞ്ഞത്. സൂക്ഷിച്ചു നോക്കിയാൽ കുഴപ്പമുണ്ടല്ലോ. ആരാണെങ്കിലും പെണ്ണിനെ കാണുമ്പോ സൂക്ഷിച്ചു നോക്കും. ഞാനും സൂക്ഷിച്ചു നോക്കണ്ടാന്ന്. എന്താ അതിന് കുഴപ്പം? കുഴപ്പമുണ്ട്, എന്റെ മോന് കോങ്കണ്ണീനെ വേണ്ട, അവൻ അതിന് ഇഷ്ടപ്പെടില്ല. നീ നിന്റെ മോന്റെ മുഖത്ത് അങ്ങനെ പറയുന്നുണ്ടല്ലോ, നിന്റെ മോൻ അവർക്ക് പിടിക്കാൻ നോക്കണ്ട. ആദ്യം അവൻ ഇച്ചിരി ഫാഷനിൽ നടക്കും, അതാണ് ഇപ്പൊ അവനിൽ കാണുന്ന കുഴപ്പം. അല്ല, ഫാഷനൊക്കെ വേണം, പക്ഷെ അധികമായാലും പ്രശ്നം. ഇതാ ഞാൻ പറയുന്നത്. അപ്പൊ അത് പറഞ്ഞാൽ പിടിക്കില്ല. ഇപ്പൊ ഇവള് തന്നെ ഒരു കടയിൽ കയറിയാല് ഒരു സാധനം 16 വട്ടം തിരിച്ചും മറിച്ചും നോക്കും. എന്താ കാര്യം? ഉറ്റിക്കാരില്ലേ, ആവശ്യമുള്ള സാധനം പോവുക, അത് വാങ്ങിക്കുക, അതിനെ വെച്ചും കൊണ്ട് പോരുക, അതല്ലേ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ നോക്കിയും കണ്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കൂലായിരുന്നു. അതിനെ വേറെ ആണുങ്ങൾ കിട്ടിക്കൊണ്ടുപോയാനെ. നോക്കളിയാ, എന്താ ഈ ആരാ നോക്ക്? ആരാണാവോ? അതെ, ഈ അവനെ വിളിച്ചിട്ട് പെണ്ണ് കാണാൻ പോണ്ട കാര്യമൊന്നും പറ. ഞാൻ പറഞ്ഞ ആ ചെക്കൻ കേക്കില്ലാന്ന്, കുരുത്തം കെട്ട ചെക്കനാണ്. എന്തെങ്കിലും കേൾക്കണമെങ്കിൽ ഇവള് പറയണം. അളിയനൊരു കാര്യം ചെയ്യും, അളിയൻ ഈ കാര്യം ഒന്ന് പറയും. അല്ല, ഞാൻ പറയാ, ഞായറാഴ്ച തന്നെ പോണം. ശനിയാഴ്ച അവള് ജോലി കഴിഞ്ഞ് വന്നാൽ തിങ്കളാഴ്ച പോവും. ഞായറാഴ്ച പോയാലേ കാണാൻ പറ്റൂ. അന്നിപ്പോ നീ പ്രമാണിക്ക് വേറെ എന്തെങ്കിലും തിരക്കുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ. അല്ല, എന്നാലും അവൻ വരും. അവനെ കണ്ട പെണ്ണ് കെട്ടാനുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിലപ്പോ ആ മോഹം അവന് 12ാം വയസ്സിൽ തുടങ്ങിയതാണ്. പോസ്റ്റ്മാനായിരുന്നു, ഒരു എഴുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും കത്തൊക്കെ വരുന്നുണ്ടോ? പിന്നെന്താ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കത്തൊക്കെ വരുവാളിയോ. അയ്യോ, ഇപ്പൊ എന്താ ഇത്? സമൻസാണ്. എന്നുവെച്ചാല് കോടതി എന്ത് കേസാണ്? പറ എന്തെങ്കിലും. നോക്കട്ടെ. പറ ഒന്ന്. കഴിഞ്ഞ മാസം 14-ാം തീയതി ഹെൽമെറ്റ് ഇല്ലാതെ കാർ ഓടിച്ചതിന് 100 രൂപ ഫൈൻ കോടതിയിൽ അടയ്ക്കണമെന്ന്. കാർ ഓടിക്കാൻ എന്തിനാ ഹെൽമെറ്റ്? ശരിയാണല്ലോ, കാർ ഓടിക്കാൻ എന്തിനാ ഹെൽമെറ്റ്? അല്ല, ഇനി അങ്ങനെ വല്ല നിയമം ഉണ്ടാവോ? ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. എളിയോ, നിയമങ്ങൾ മാറാനും അറിയാൻ അത് സമയമൊന്നും വേണ്ടല്ലോ. ചിലപ്പോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നേരാ, ഇന്നാളല്ലേ ബൈക്കിന്റെ പുറകിലിരിക്കുന്നവർക്കും ഹെൽമെറ്റ് വേണമെന്നൊരു നിയമം വന്നത്. എന്നാലും ഇപ്പൊ ഈ കാർ ഓടിക്കാൻ എന്തിനാ ഹെൽമെറ്റ്? ഞാൻ ഇവരോട് പലവട്ടം പറഞ്ഞാണ് ആ ചെറുക്കനെ കാർ കൊടുത്തേക്കണ്ടെന്ന്. പിന്നെ ഞാൻ കാർ എടുത്ത് തട്ടുപുറത്ത് കയറ്റി വെക്കും. അവൻ എടുത്തിട്ട് പോണേ ഞാൻ ചെയ്യാനാ? എടിയെ, ചാവി അങ്ങ് മാറ്റി വെച്ചാ പോരെ. പിന്നെ അവൻ കൊച്ചുകുട്ടിയല്ലേ, ഞാനങ്ങ് പറയുമ്പോഴത്തേനും അനുസരിക്കാൻ. തർക്കിക്കാണ്ടിരിക്കേ. ഇവനെ ഞാനിന്ന് പ്യാരി മോനെ. അയ്യോ, എടാ കൊച്ചേ, ഇങ്ങോട്ട് വന്നേ. എന്താ നീ എന്തിനാ ഹെൽമെറ്റ് ഇല്ലാതെ കാർ ഓടിച്ചത്? കാർ ഓടിക്കണ എന്തിനാ ഹെൽമെറ്റ്? എനിക്ക് ഇംഗ്ലീഷല്ലേ അറിയാൻ പറ്റും, മലയാളം. മോനെ, നീ ഒന്ന് ഓർത്ത് നോക്കിയേ. കഴിഞ്ഞ മാസം 14-ാം തീയതി നീ അച്ഛന്റെ കാർ എടുത്തിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ചോ? അമ്മ, കാർ ഓടിക്കണേന് ഹെൽമെറ്റ് വെക്കണമെന്ന് ആരാ പറഞ്ഞത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. കാർ ഓടിക്കണേന് ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ആവശ്യമുണ്ടോ? പിന്നെ ഇതെന്താണ്? ഇതിന് സമാനം പറ. ഇത് 100 രൂപയുടെ കാര്യമല്ലേ ഉള്ളത്, ഞാനങ്ങ് തന്നേക്കാം. അതെ, തർക്കിക്കല്ലേ, നമുക്ക് 100 രൂപ കൊണ്ടങ്ങോട്ട് കെട്ടാ. അളിയ, 100-ന്റെയും 200-ന്റെയും കേസല്ല, ഇതിന് കോടതി കാര്യം ഇറങ്ങണ്ടേ? അതെ, ഇതെന്നാ അടക്കേണ്ടത്? ഡേറ്റ് നോക്ക്. നോക്ക്.
22. 22-ാം തീയതി ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ ഇങ്ങോട്ട് വരാം, നമുക്ക് രണ്ടാൾക്കും കൂടി കൊണ്ടടക്കാം. സമാധാനമായല്ലോ. ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാ കാര്യം. അതുകൊണ്ടല്ല ഇതിപ്പോ നിയമമൊക്കെ നോക്കിയിട്ട് ഒരു വക്കീലിനൊക്കെ വെച്ചിട്ട് കേസ് വാദിച്ചാലേ 10,000 റുപ്യ പോകും. അതൊന്നും നോക്കണ്ട, അത് അടച്ചങ്ങോട്ട് പിടുത്തം വിടാം നമുക്ക്. കൊണ്ടുപോയി അടക്കന്നെ, തന്തയായി പോയില്ലേ? ഞങ്ങൾ അടക്കാതെ. അമ്മാവനെ പോന്ന് ഞാനിപ്പോ വന്നേ ഉള്ളൂ. വിശേഷങ്ങള് പോണത് അല്ല, അപ്പൊ അവനോട് കല്യാണ കാര്യം പറയണ്ടേ? കല്യാണം ഇവനാ ഒരു കല്യാണം കൊണ്ടൊരു തേങ്ങ വേണ്ട. അവള് ദേഷ്യപ്പെട്ടു. മറിമായം